ഞാൻ റിട്ടയേർഡ് വിംഗ് കമാൻഡർ അനിൽ. എയർഫോഴ്സിൽ നിന്ന് നീണ്ട 38 വർഷത്തെ സർവീസിന് ശേഷമാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഇനീഷ്യൽ സ്റ്റേജിൽ എയർഫോഴ്സിൽ ഞാൻ ഫ്ലൈയിങ് പൈലറ്റിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. റിട്ടേൺ എക്സാംസ് എല്ലാം ഞാൻ പാസ്സായി. ലാസ്റ്റ്ലി മെഡിക്കൽ എക്സാമിനേഷനിൽ എൻ്റെ ലെഫ്റ്റ് ഐ ഫാർ വിഷൻ കുറവാണെന്നും പറഞ്ഞ് മെഡിക്കലി എന്നെ റിജക്റ്റ് ചെയ്തു. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലാസിക് സർജറി പോലുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അന്ന് കാലത്തുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ കുഡ് ഹാവ് അച്ചീവ്ഡ് മൈ ടാർഗറ്റ്. അതുകൊണ്ട് ഇങ്ങനെ വല്ല ചെറുപ്പക്കാരും ഇന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ മോഡേൺ ഐ സർജറീസ് ഉണ്ട്. കണ്ണ് ആണ് മെയിൻ അന്ന് ആ ജീവിതത്തിൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എനിക്ക് മനസ്സിലായി. പൈലറ്റ് ആവാൻ സാധിച്ചില്ലെങ്കിലും മെയിൻ നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഈ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള കമ്മീഷൻഡ് ഓഫീസറായിട്ടുള്ള സെലക്ഷൻ. അത് വളരെയധികം ശ്രമിച്ച് വിത്ത് ഫുൾ ഹാർട്ട് ഐ അറ്റംപ്റ്റഡ്. ഐ വാസ് സെലക്റ്റഡ്. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് വിംഗ് കമാൻഡറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഫൈറ്റർ ആൻഡ് ഹെലികോപ്റ്റർ സ്ട്രീമിലായിരുന്നു. അതിൻ്റെ സീനിയർ ടെക്നിക്കൽ ഓഫീസറായിട്ട് കുറച്ച് ഫ്ലൈയിങ് സ്ക്വാഡൻസിലും ഹെലികോപ്റ്റർ യൂണിറ്റ്സിലും ഒക്കെ സെർവ് ചെയ്തു. ഞാൻ ടെക്നിക്കൽ ഓഫീസറായിട്ട് എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് കുറച്ച് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പൈലറ്റ്സിൻ്റെ കൂടെ ഹെലികോപ്റ്ററിൽ ഫ്ലൈ ചെയ്യാനുള്ളത്. ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നത് കണ്ടിട്ട് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അവർ പൈലറ്റ്സ് സോ റിസ്കി ജോബ് ദേ ഡു ഇറ്റ്. അപ്പോൾ അതിൽ വിഷമമുണ്ടെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭമൊക്കെ എനിക്ക് എയർഫോഴ്സ് തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ടയറിങ് ജോബ് ബട്ട് gives lot of satisfaction. Every day I feel I have done something for the Air Force, I have done something for the nation. ഈ കണ്ണിൻ്റെ വിഷൻ്റെ പ്രോബ്ലം ഉള്ള കാരണം ഞാൻ പിന്നെ ഒരു ഡോക്ടറെ കണ്ട് ഐ ഡോക്ടറെ കണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യിച്ച് സ്പെക്സ് യൂസ് ചെയ്തു. അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും കുറേ കാലം ഈ സ്പെക്സ് വെച്ച് തന്നെ മാനേജ് ചെയ്തു. പിന്നെ ഒരു സർട്ടൻ സമയം കഴിഞ്ഞപ്പോൾ ടോട്ടലി ഈ വിഷൻ വാസ് ഡിക്ലൈനിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു തറോ ചെക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ECHS ഞങ്ങളുടെ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമുണ്ട്. അതിൽ ആ ക്ലിനിക്കിൽ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ എനിക്ക് ഈ എംപാനൽഡ് ഹോസ്പിറ്റലിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റെഫറലൊക്കെ തന്നു. ഞാൻ ECHSൻ്റെ റെഫറലുമായിട്ട് നിയർ ബൈ ഹോസ്പിറ്റൽസ് ഐ ഹോസ്പിറ്റൽസിൽ പോയി കുറച്ച് ടെസ്റ്റെല്ലാം നടത്തി. അത് എനിക്കെന്തോ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അതിനുശേഷം ഞാൻ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് തൃശ്ശൂരുള്ളതിനെപ്പറ്റി അറിഞ്ഞു. ECHSൻ്റെ എംപാനൽമെൻറ്റിൽ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി. വളരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. കുറേ അധികം ഡോക്ടേഴ്സ്, പിന്നെ സ്റ്റാഫ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അങ്ങനെയാണ് അവിടെ എൻ്റെ എല്ലാ ടെസ്റ്റുകളെല്ലാം നടത്തിയത്. അത് ദാറ്റ് ഇൻക്ലൂഡ്സ് റെറ്റിന സ്കാനിങ്. ഡോക്ടർ റാണി മേനോനാണ് ഫൈനലി ചെക്ക് ചെയ്തത്. ഇടത്തെ കണ്ണിൽ കാറ്ററാക്റ്റ് ഉണ്ട് കുറേ കൂടുതൽ, റൈറ്റ് ഐയിൽ കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. ഷീ അഡ്വൈസ് മീ ടു ഗോ ഫോർ എ സർജറി ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഈ ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കണ്ണിൽ സിലിണ്ടറിക്കൽ പവറാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേകതരം ലെൻസ് വേണം കാറ്ററാക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. സിലിണ്ടറിക്കൽ പവറിനെ പറ്റി നിയർ ബൈ ഹോസ്പിറ്റലിൽ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ അവരതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ECHSൻ്റെ സ്റ്റാഫും വളരെ കോർഡിയലാണ്, നല്ല ഡീലിങ്സാണ്. നമുക്ക് അവിടെ പോയി റെഫറൽ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ നോക്കിക്കൊള്ളും. ആദ്യത്തെ ഓപ്പറേഷൻ ലെഫ്റ്റ് ഐയിൽ ജൂൺ 17 നടന്നു. ഓപ്പറേഷൻ സമയത്ത് വളരെ കംഫർട്ടബിളാക്കി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആങ്സൈറ്റിയോ വേദനയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെ ഇതായിട്ടായിരുന്നു ചെയ്യുന്നത്. ജൂൺ 22 രണ്ടാമത്തെ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടന്നു. ഇപ്പോൾ ഞാനത് റിക്കവർ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഐസൈറ്റൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സ് സർവീസ് മാൻ ആയ എൻ്റെ സഹോദരന്മാർ അവർക്ക്
വിശ്വാസത്തോടു കൂടെ ഏത് ഐ ട്രീറ്റ്മെൻറ്റിനും വേണ്ടി അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലാണ് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരിലുള്ളത്. വളരെ വിശ്വാസത്തോടു കൂടെ പോകാം.